ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. ഡേ 9ലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് AI സഹായത്താൽ എങ്ങനെ വളരെ രസകരമായിട്ടും വളരെ പ്രയോജനകരമായിട്ടും പ്രസന്റേഷൻസ് തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്ലാസ് റൂം ഓപ്പൺ ചെയ്യും. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഈ ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാം. നമ്മുടെ ബാച്ച് 9 ആണ്. ബാച്ച് 9 ഡേ 9 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറയാം. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് തന്നെ. അപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് എനിക്കൊരു എന്ത് തയ്യാറാക്കി തരാൻ, ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തരാം. വളരെ രസകരമായും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു. അപ്പോൾ പ്രോംപ്റ്റ് കിടപ്പുണ്ട്. ക്രിയേറ്റ് എ മോഡേൺ ആൻഡ് എൻഗേജിങ് PowerPoint presentation titled The Use of AI for Teachers. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സിമ്പിൾ സംഭവമാണ്. 10 മുതൽ 12 സ്ലൈഡ് വരെ വേണമെന്നുള്ളതാണ്. നമ്മളത് ചുരുക്കും. അപ്പൊ ആദ്യം പ്രോംപ്റ്റ് എടുക്കുക. പ്രോംപ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഏത് ഇമെയിൽ ID-യിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഗൂഗിൾ എടുക്കാം. ഫോൺ എടുക്കുന്നവർക്ക്, ഫോണിൽ ചെയ്യുന്നവർക്ക് ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഗാമ എന്നടിച്ചോളൂ. ഗാമ AI, GAMMA, ഗാമ AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിൾ എടുക്കുക, ഗാമ AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GAMMA AI സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഗാമ AI ഗാമയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് റൂമിൽ പ്രോംപ്റ്റ് ഉണ്ട്. ഗാമ AI നമ്മൾ ഇത് എടുക്കുമ്പോൾ ആദ്യം ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണിച്ചു. ക്രിയേറ്റ് ന്യൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്രസന്റേഷൻ തയ്യാറാക്കുക. അധ്യാപകർക്ക് ആവശ്യമായ, നമുക്ക് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്ന പ്രസന്റേഷൻ നമുക്ക് ആവശ്യം വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെമിനാറുകൾ നടത്തുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു പ്രപ്പോസൽ, ഒരു സ്കൂൾ മാനേജ്മെന്റിന് തന്നെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അത് ഒക്കെ ചെയ്യാൻ പറ്റും. യൂസ് കേസ് ധാരാളം ഉണ്ട്. നമുക്ക് ഒരു ചെറിയ ഒരെണ്ണം തയ്യാറാക്കാം. നമ്മുടെ ടോപ്പിക്ക് വളരെ ചെറുതായിരുന്നു. അധ്യാപകർക്ക് ആവശ്യമായ AI ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഞാനിത് കൊടുത്ത സമയത്ത് എനിക്ക് വന്ന അത്രയും 4 ഓപ്ഷൻസ് ആണ് വന്നത്. എങ്ങനെയാ വന്നതെന്ന് ഒരിക്കലും പറയാം. ഗൂഗിൾ എടുത്തു, ഗാമ AI എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു, അല്ലേ? ഗാമ AI കൊടുത്തു. എൻ്റെ അടുത്ത് എൻ്റെ ജിമെയിൽ ഏത് വേണമെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ജിമെയിലോട്ട് എൻ്റർ ചെയ്യാം. ഇത് കുറെ തവണ ചോദിക്കും, പല പല ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് കൊടുത്താൽ മതി. AI ഇപ്പൊ നമ്മൾ പഠിച്ചു കാണും, പല ടൂളുകളിൽ എങ്ങനെയാണ് ഒരു ജിമെയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് അതിന്റെ ഒരു ഇന്റർഫേസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ സ്ഥലത്തോട്ട് പോകുന്നത്. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുമ്പോൾ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെ ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നമുക്ക് കൊടുത്തിട്ടുള്ള, നമ്മുടെ കയ്യിൽ ഇപ്പൊ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ക്ലാസ് റൂമിൽ നിന്ന്, അതിനെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് വെറും ടെക്സ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയല്ല, പ്രോംപ്റ്റ് അല്ലാതെ ടെക്സ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന് വെറുതെ ഒരു പ്രസന്റേഷൻ ആക്കിയാൽ മതി. ഇത് കൊടുക്കാം. ഓൾറെഡി ടെംപ്ലേറ്റുകൾ കുറച്ച് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കാം. ഇനി യൂട്യൂബ് വീഡിയോയോ വെബ്സൈറ്റോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ, അത് വെച്ച് എന്ത് ചെയ്യണമെങ്കിൽ സ്ലൈഡ്സ്, പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡുകൾ ഉണ്ടാക്കണം. ആദ്യം ജനറേറ്റ് കൊടുക്കാമേ. നമ്മൾ ഒരു മെത്തേഡിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രസന്റേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4 എണ്ണം കാണിക്കുന്നുണ്ട്. 5 എണ്ണം കാണിക്കുന്നുണ്ട്. ഈ ഗ്രാഫിക്സ് പുതുതായിട്ട് ആഡ് ചെയ്ത നമുക്ക് പ്രസന്റേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. വെബ് പേജ് ഉണ്ട്, ഡോക്യുമെന്റ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് മാത്രം.
എത്ര ഷീറ്റുകൾ നമുക്ക് വേണം? 10 വരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു 5 എണ്ണം ചെയ്താൽ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. 5 എണ്ണം ഇവിടെ വേണം നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലേ? ക്ലാസ് റൂമിൽ നിന്ന് കോപ്പി ചെയ്ത ആ കണ്ടന്റിനെ നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ കോപ്പി ചെയ്യാം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്. കോപ്പി കൊടുത്തു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഔട്ട്ലൈൻ ഇപ്പൊ തയ്യാറാക്കി തരും. ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഔട്ട്ലൈൻ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയായിരിക്കും വരിക. ദി യൂസ് ഓഫ് AI ഫോർ ടീച്ചേഴ്സ്, റിക്ലൈമിംഗ് ദ ക്ലാസ് റൂം, ദ ഹിഡൻ ബർഡൻ, ടേണിംഗ് പോയിന്റുകൾ, ദ 2026 റിയാലിറ്റി. 5 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അവര് AI തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഔട്ട്ലൈൻ, ഈ കാണുന്ന 5 എണ്ണം. കണ്ടല്ലോ? ഇനി ഇവിടെ 5 കാർഡ്സേ കൊടുത്തുള്ളൂ, അതുകൊണ്ടാണ് 5 എണ്ണം. മറ്റ് 5ന്റെ സമയം പിടിക്കും. ഇനി ജനറേറ്റ് കൊടുക്കുമ്പോൾ 5 പ്രസന്റേഷൻ സ്ലൈഡ് നമുക്ക് തയ്യാറായി കിട്ടും. ജനറേറ്റ് കൊടുത്തു, അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പതിനെട്ട് അധ്യാപകരുണ്ട്. നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ AI സഹായത്തെ ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആദ്യത്തെ ഷീറ്റാണ്, ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഷീറ്റ്, സെക്കൻഡ് സ്ലൈഡ്. തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് മൂന്നാമത്തെ ഷീറ്റ്. നമുക്ക് ഇതിനകത്ത് മോൻഷ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. മോൻഷ ഒരു അധ്യാപകർക്ക് വേണ്ടുന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിനകത്ത് ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. വർക്ക്ഷീറ്റുകൾ, ഈ റൂബ്രിക്സ്, ലെസൺ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒത്തിരി സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സ് അതിനകത്ത് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേ ഒരു തേർഡ് പാർട്ടി AI സോഫ്റ്റ്വെയറിന്റെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ ഈ കോഴ്സിന്റെ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടിരുന്നാൽ മതി. ഒരുപാട് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് തുടർന്നുള്ള ദിവസം നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ഈ വർക്ക്ഷീറ്റ് വ്യത്യസ്തമായിട്ട് ചെയ്യുക, നമുക്ക് സേവ് ചെയ്യാം, ടൈം സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്,
മറ്റൊരു സോഫ്റ്റ്വെയർ, മറ്റൊരു വെബ്സൈറ്റിൽ പോയി നമ്മൾ അധിക സമയം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം സാധിച്ച് നമ്മുടെ മറ്റു ജോലികളിലോട്ടൊക്കെ പോകും. ക്വിക്കായിട്ട് കാര്യങ്ങൾ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ അവസാനത്തെ ഏഹ്, ഇവിടെ സൈഡിൽ സ്ലൈഡ്സിന്റെ ഒരു തമ്പ് കാണിക്കുന്നുണ്ടേ. അഞ്ചാമത്തെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് 2 to 3 മിനിറ്റ് എടുത്തു തയ്യാറാക്കാനായിട്ട്. ഞാൻ അതുകൊണ്ടാണ് 10 സ്ലൈഡ് കൊടുക്കാറ്. നമ്മൾ 10 കൊടുത്തിരുന്നെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് പോയാലേ. 5 സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. സ്ക്രീനിൽ കാണാം ഒരു ഇതായിട്ട്. നമുക്കിതിനെ എങ്ങനെ ഈ ഔട്ട് എടുക്കാം, ഇതിന്റെ ഔട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഈ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുക. 2 രീതിയിലാണ്. ഒന്നുകിൽ PDF ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെറും ഇമേജുകൾ മാത്രമായിട്ട് ചെയ്യാം. ഏതാണോ നമ്മൾ കൺവീനിയന്റ് അങ്ങനെ ചെയ്യാം. ഞാൻ PDF ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് എക്സ്പോർട്ട് ചെയ്ത് കാണാം. യുവർ PDF എക്സ്പോർട്ട് ഈസ് റെഡി. ഈ കാണുന്നതാണ് നമ്മുടെ റിസൾട്ട്. എല്ലാത്തിൻ്റെയും താഴെ മെയ്ഡ് വിത്ത് ഗാമ എന്ന് പറഞ്ഞ് അവരുടെ ഒരു ഇത് കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്ത പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 സ്ലൈഡാണ് തയ്യാറാക്കി തന്നത്. കണ്ടല്ലോ അല്ലേ? ലേറ്റായി വന്നവർക്ക് നമുക്ക് ഒരെണ്ണം കൂടെ ഒരു തവണ കൂടെ ചെയ്തു നോക്കാം. ഇതല്ല, നിങ്ങൾ വേറെ ടോപ്പിക് എടുക്കുക, പാഠപുസ്തകം എടുക്കാം. ഉം. ഇങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുന്നത്. ഏഹ് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ക്യാൻവയിലോട്ട്, ഈ ഫയലിനെ ക്യാൻവയിലോട്ട് കൊണ്ടുപോയി അതിനകത്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം പെട്ടെന്ന് ഒന്ന് കാണിച്ചേ. ഇപ്പോൾ നമ്മുടെ ഈ ഫയല് ഡൗൺലോഡ്സിലായിരിക്കും വന്ന് കിടക്കുക. അതൊന്ന് കൺഫേം ചെയ്തോട്ടെ. നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൊണ്ടുപോയാൽ ഡൗൺലോഡ്സിൽ ഏറ്റവും റിക്ലൈമിംഗ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, യെസ്, അത് തന്നെ. നമുക്കതിനെ, ഈ ഫയലിനെ നമുക്ക് ക്യാൻവയിലോട്ട് കൊണ്ടുപോയി നമുക്കതിനെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഈ ഇതൊക്കെ മാറ്റാൻ പറ്റും, അതിൻ്റെ വാട്ടർ മാർക്കൊക്കെ. അപ്പം അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, ക്യാൻവ ഓപ്പൺ ആക്കിയാൽ ക്യാൻവ ഇന്ത്യ കണ്ടല്ലോ. ഗൂഗിളിൽ ക്യാൻവ കൊടുക്കാം. ആപ്പ് ഉപയോഗിക്കുന്നു, ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്ത് കയറാം. ഓക്കെ, ഇതായിട്ട് ക്യാൻവ. ക്യാൻവയിൽ നമുക്ക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഡൗൺലോഡിലാണ് കിടക്കുക. അതെടുക്കാനായിട്ട് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക്. അപ്ലോഡ്സ്.
അപ്ലോഡ് ഫയൽസ്, ഡൗൺലോഡ്സ്, ഡൗൺലോഡ്സ് ഏറ്റവും ആദ്യം കിടക്കും. ഇപ്പോൾ റിക്ലെയിമിംഗ് ദ ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ 5 സ്ലൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഓൾ പേജസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ നമുക്ക് ഏതിൽ കൊണ്ടുവരാം? ഇങ്ങനെ നമുക്ക് ക്യാൻവയിൽ കൊണ്ടുവന്ന് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇമേജ് മാറ്റണമെങ്കിൽ മാറ്റാം, കൂടുതൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, ആവശ്യമില്ലാത്തതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ കയ്യിലൊരു ക്ലാസ് റൂമിൽ ഞാനൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പിക്ക്. ആ ടോപ്പിക്ക് മാത്രം ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് മാത്രം എടുത്തു, കോപ്പി എടുത്ത് നമ്മുടെ ഗാമ അല്ലെ, ഗാമ എന്ന് പറയുന്ന ടൂളിലേക്ക് വന്നു. ഗാമയിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്ത് 5 സ്ലൈഡുകളാണ് പറയുന്നത്. 5 സ്ലൈഡുകൾ വെച്ച് ചെയ്തു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ക്ലാസ് റൂം നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരെണ്ണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഗാമയുടെ ഫ്രണ്ട് പേജാണ് ഈ കാണുന്നത്. നമുക്ക് പഠനവുമായിട്ട് നമുക്കൊരു യൂണിറ്റ് എടുക്കാം, റാൻഡമായിട്ട് ഒരെണ്ണം പിക്ക് ചെയ്യാം. ബിയോണ്ട് ഫിയർ കിടപ്പുണ്ടോ? എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പെട്ട ബിയോണ്ട് ഫിയർ ആണ്. എൻ്റെ PDF ഇതിനകത്ത് ഇല്ല. PDF 6ലും 7ലും ഒക്കെ കാണാം. അതിന്റെ ഒരു യൂണിറ്റ് ഇതായിരിക്കും. ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. ആ, ഇത് 3ാം ക്ലാസ്സിന്റെ EVSOLV ഫസ്റ്റ് യൂണിറ്റ്, ഗ്രീൻ എർത്ത് എന്നാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ എന്റെ പ്ലാൻ എന്താ? ഇതിനെ എടുത്ത് ഈ യൂണിറ്റിനെ നമുക്ക് ChatGPT കൊടുത്തിട്ട് എനിക്കൊരു പ്രസന്റേഷൻ 5-10 പ്രസന്റേഷൻ ആക്കി തരാനുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കി തരണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് തയ്യാറാക്കി തരും. ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, ChatGPT ഓപ്പൺ ആക്കി അറ്റാച്ച് കൊടുത്തു. പ്ലസ് കൊടുത്ത് ആഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് I, I need to create a PowerPoint presentation for standard 3 unit 1. Create me 5-slide prompt for generating slide. വളരെ സിമ്പിൾ സെന്റൻസിൽ ഒരു പ്രോംപ്റ്റ് ഞാൻ പ്രോംപ്റ്റ് ആക്കാനുള്ള പ്രോംപ്റ്റ് കൊടുത്തു.
5 സ്ലൈഡിനുള്ള കണ്ടന്റ് അവർ തയ്യാറാക്കി തന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കൊടുത്തു, PDF അറ്റാച്ച് ചെയ്തു, വളരെ സിമ്പിൾ ഭാഷയിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, അത് വെച്ച് 5 സ്ലൈഡും തയ്യാറായി. ഇനി പോവാം നമുക്ക് ഗാമയിൽ ക്രിയേറ്റ് ന്യൂ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തത് അല്ലേ. ഇത്തവണ നമുക്ക് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുക രണ്ടാമത്. എന്നിട്ട് ഓരോ 5 സ്ലൈഡിന്റെ ആ സംഭവം നമ്മൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് പ്രസന്റേഷൻ ആണ് വേണ്ടതെന്നുള്ളത് ഉറപ്പാക്കിയിരിക്കണം. രണ്ടാമത് ജനറേറ്റ് ഫ്രം നോട്ട്സ് ഓർ ആൻ ഔട്ട്ലൈൻ. കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഈ ആദ്യത്തെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ChatGPT കൊടുത്ത കണ്ടന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. 3, 4, 5 സ്ലൈഡിന്റെ ആവശ്യമായ കണ്ടന്റ്. ഈ സൈഡ് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണുള്ളത്. മിനിമൽ രീതി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വേർഡ്സ് മാത്രം ഉപയോഗിക്കാണ്. കൺസൈസ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ തമ്പ് തന്നിട്ടുണ്ട് ഏത് മെത്തേഡിലായിരിക്കും. ഇതിനകത്ത് റൈറ്റ് ടുവിന്റെ ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ സ്റ്റൈൽ നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം. പിന്നെ ഓരോ വിഷ്വൽ സ്റ്റൈൽ ഏത് രീതി, നമുക്ക് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഒരു മീഡിയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കുക. ഇവിടെ ഇനി ആ സ്റ്റൈല് തന്നിട്ടുണ്ട്, ഏത് സ്റ്റൈലുള്ള ചിത്രം, ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം സെലക്ട് ചെയ്യും. ഞാൻ ഈ സ്റ്റിൽ എന്ന് പറയുന്നത് ഫോട്ടോ എന്ന് പറയുന്ന സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആയി. ഇപ്പൊ എന്തൊക്കെ നമുക്ക് ഇവിടെ സെറ്റായി, കണ്ടന്റ് സെറ്റായി. ChatGPT തയ്യാറാക്കി തന്ന കണ്ടന്റ് 5 സ്ലൈഡുകളിലായിട്ട് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ അതിന്റെ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് എങ്ങനെ കാണണം എന്നുള്ളത്, ഇവിടെ നമുക്ക് ആ തീം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തു. അതിൽ ഉൾപ്പെടുത്തുന്ന ഇമേജ് എങ്ങനെ വേണമെന്നുള്ളത് സെലക്ട്. ഇത്രയും മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും കൊടുത്ത് ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങും, സ്ലൈഡ് തയ്യാറാക്കി തുടങ്ങും. 1/2 മണിക്കൂറിൽ നമ്മളെ പണി ഈ ഒരു സെക്ഷൻ തീരും. സ്ലൈഡുകൾ ഇപ്പോൾ സ്പീഡിൽ തയ്യാറാക്കി സെറ്റ്. ഇന്നത്തെ ക്ലാസ് 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്ലൈഡ് പ്രസന്റേഷനും, മറ്റൊന്ന് ക്ലാസ് റൂമിന് ആവശ്യമായ, ഇപ്പോൾ നമ്മുടെ പോയമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ മ്യൂസിക് കൊടുക്കുക എന്നുള്ള ഒരു. റിവിഷനൊക്കെ നടത്തുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രൊജക്ടറിലൊക്കെ ക്ലാസ് എടുക്കുന്നവരുണ്ടാവുമല്ലോ, ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഇതുപോലെ AI കൊടുത്തിട്ട് അതിനൊരു ഡീറ്റെയിൽ നോട്ട് ആക്കി തരാനോ അല്ലെങ്കിൽ ഇതുപോലെ പ്രസന്റേഷൻ ആക്കി തരാനോ ഒക്കെ നമുക്ക് പറയിക്കാം. മൂന്നായതേ ഉള്ളൂ, ഇനി ഉണ്ട്.
ഒരു മൈക്ക് ഓൺ ആക്കിയല്ലോ, ചോദിച്ചോളൂ. ടീച്ചേഴ്സ് സമയമുണ്ട്, ചോദിക്കൂ. അവസാനത്തെ സ്ലൈഡാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്ക് 5 സ്ലൈഡും തയ്യാറായി വന്നു. നമുക്ക് അതിന് ഔട്ട് എടുക്കാനായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് PDF ഓർ പവർ പോയിന്റ് ഏതാണ് നമുക്ക് കൺവീനിയന്റ്, ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ സേവ് ചെയ്ത് വയ്ക്കാം. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ ടീച്ചേഴ്സ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട? ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ നമ്മൾ 2 മെത്തേഡ്, ഒന്ന് ക്ലാസ് റൂമിന്റെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി, രണ്ടാമതൊരു പാഠപുസ്തകത്തിന്റെ ChatGPT കൊടുത്തിട്ട് അതിനെ ഒരു 5 സ്ലൈഡ് ആക്കാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു ChatGPT കൊണ്ട്. അങ്ങനെ നമുക്ക് 5 സ്ലൈഡ് കണ്ടന്റ് കിട്ടി. അതിനെ ഈ ഗാമയിൽ കൊണ്ടുവന്ന് 5 സ്ലൈഡായിട്ട് ചെയ്തു. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പറയാം, മെസ്സേജിൽ പറഞ്ഞാലും മതി. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്കൊരു മ്യൂസിക് ഉണ്ടാക്കുകയാണ് വേണ്ടത് അടുത്തത്.
സ്വന്തമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മ്യൂസിക് നോക്കാം. ഓക്കെ, ഷെറിൻ ടീച്ചർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഓക്കെ. അപ്പോ നമുക്കൊരു പാട്ട് തയ്യാറാക്കാം. പാട്ട് നമുക്ക് ജെമിനിയുടെ സഹായത്താലാണ്. നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു പോയം വരുന്ന. ഞാൻ 4ാം ക്ലാസ്സിന്റെ മലയാളം എടുക്കാം. ചിറക് വിരിച്ച്. മണ്ണാങ്കട്ടയും കരിയിലെയും സൈക്കിൾ ചവിട്ടാൻ. ഓക്കെ, സൈക്കിള് ചവിട്ടാൻ. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം. എനിക്ക് ഇടയ്ക്കൊരു കേട്ടൊരു നല്ല രസമായിട്ട് വീഡിയോ കേട്ടു. നമുക്കിപ്പോ ഇതാണ് ഈ വരികൾ നമുക്ക് കൊണ്ടുപോയി എവിടെ, ജെമിനി, ജെമിനിയിൽ കൊണ്ടുപോയി അതിൽ ചെയ്യിക്കാം. പക്ഷെ നമുക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇത് നമുക്ക് അതുപോലെ കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയല്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പ്രിന്റ് സ്ക്രീൻ എടുക്കും. പ്രിന്റ് സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകണം? ജെമിനി. ജെമിനിയിൽ കൊണ്ടുപോയി അതിനെ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം അതിന്റെ പ്രിന്റ് സ്ക്രീൻ എടുത്തു. ഗൂഗിൾ ജെമിനി. ഗൂഗിൾ ജെമിനി. ജെമിനി ഓപ്പൺ ആക്കി. ഇപ്പൊ ഇമേജ് രൂപത്തിലായിരിക്കുമെന്ന് നമുക്ക് അറിയാലോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇമേജ് രൂപത്തിലായിരിക്കും. അപ്പൊ അതിനെ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി എടുത്ത് പേസ്റ്റ് ചെയ്യും. ഓ, രണ്ട് തവണ. എന്നിട്ട് അതിനെ ഇമേജ് ടു ടെക്സ്റ്റ്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത് നമ്മളെ 11 ലാബ്സിലായിരുന്നു ചെയ്തിട്ടുള്ളത്. അതായത് ടെക്സ്റ്റിനെ ഓഡിയോ ആക്കുക എന്നുള്ളതാണ് 11 ലാബ്സിൽ ചെയ്തത്. പക്ഷെ ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റിനെ മ്യൂസിക് ആക്കുകയാണ് ചെയ്യുന്നത്. സൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവിലുണ്ടേ ചേട്ടാ, ബ്രേക്കില്ല മോനെ. കുറച്ച് തെറ്റുകളുണ്ട്. നമുക്ക് തെറ്റുകളൊന്ന് തിരുത്തി തിരുത്തി പോകും. ഇടത് വലതുവശവും വലതുവശവും ഒക്കെ ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വരികൾ ഇത്രയും മാത്രം മതി. ഈ ഒരു സാധനം ഒരിക്കൽ കൂടെ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് ആ തെറ്റ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടെ എടുക്കുകയാണ്. ഇത്രയും മാത്രം. ഇമേജ് ആയല്ലോ. ഇമേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇമേജ് ടു ടെക്സ്റ്റ്. നമ്മളിവിടെ തിരുത്തി പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് അവിടെയും മ്യൂസിക് ആക്കുമ്പോഴും പ്രശ്നം വരും. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ. ഇപ്പൊ അത് മൈക്കിള് ചേട്ടാന്നായി.
എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ട, ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ട, ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ട. വലിയ കുഴപ്പം ഇല്ല എന്ന് വിശ്വസിച്ചോട്ടെ. ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ട, ബ്രേക്കില്ല മോനെ കാലുണ്ട്. ഓക്കെ, ഞാൻ കോപ്പി എടുത്തേ. ഇത്രയും സാധനത്തിന്റെ കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് ഐ നീഡ് ക്രിയേറ്റ് മ്യൂസിക് ഓഫ് ദിസ് ലിറിക്സ്. വെറുതെ ഐ നീഡ് ക്രിയേറ്റ് മ്യൂസിക് ഓഫ് ദിസ് ലിറിക്സ് എന്ന ലൈൻസ് എന്നൊക്കെ കൊടുക്കാം. അപ്പൊ അത്രയും കൊടുത്ത് ആ അത്രയും വരിയെ ഒന്ന് ട്രാക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മുടെ സ്വന്തം ജെമിനിയിലാണ് നമ്മൾ ചെയ്യണേ. ഒരു കുറച്ച് സമയം തിരക്കുള്ളൂ. എത്ര മിനിറ്റ്, ഒരു മിനിറ്റ് ഉണ്ടാവും എന്നറിഞ്ഞൂടാ. നോക്കട്ടെ എത്ര സമയം കിട്ടും നോക്കട്ടെ. ഇത് തന്നെ നമുക്ക് സുനോ എന്ന് പറയുന്ന മറ്റൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സുനോയിലൊക്കെ വരികൾ അത്ര പെർഫെക്റ്റ് ആവും. നിങ്ങൾ നൽകിയ കവിതയ്ക്ക് മനോഹരമായ ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഞാൻ എൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഓളിൽ കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന്. ആ, ഓക്കെ, ഇനി കേൾക്കും. ഒന്ന് കൺഫേം ചെയ്യണേ പാട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന്. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങട്ടാ മോനെ? ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവു കൊള്ളാൻ? ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ, ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ. കേട്ടോ പാട്ട് കേട്ടോ ടീച്ചേഴ്സ്? കേട്ടു സാർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജെമിനിയുടെ പെയ്ഡ് വെർഷൻ ആണോ? അല്ല അല്ല അല്ല, ഇത് എല്ലാ വർഷങ്ങളിലും ചെയ്യാം. മ്യൂസിക് എല്ലാ വർഷങ്ങളിലും ചെയ്യാം. അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ സ്ക്രീനിൽ. പിന്നെ എത്ര സമയം കിട്ടുള്ളൂ എന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ കൂടുതൽ ചെയ്യാമല്ലോ. അക്ഷരത്തെറ്റുകളൊക്കെ ഒഴിവായ കാര്യം ചെയ്തതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിയത്. നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നല്ലൊരു പ്രയോജനമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മ്യൂസിക് തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് നല്ലൊരു രീതിയിൽ തയ്യാറാക്കി തരും. ഐ നീഡ് ക്രിയേറ്റ് മ്യൂസിക് ഓഫ് ദിസ് ലിറിക്സ് എന്ന് പറഞ്ഞ മാറ്റം കൊടുക്കുള്ളൂ. നിങ്ങൾ കണ്ടതാണ്. ആ വരികളും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും തയ്യാറാക്കി തരും. 30 സെക്കൻഡ് ആയിരുന്നു അതിന്റെ ഡ്യൂറേഷൻ. ഇനി നമുക്ക് സുനോയിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആദ്യമേ പറയണം, നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. സുനോയും പറഞ്ഞ പോലെ സൗജന്യമായത് കൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി തരൂ. വരികളിലൊക്കെ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. സുനോ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അത് ലോഗിൻ ആവും. അത് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽ ചോദിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്ത്
എല്ലാ AI-യിലും ചെയ്യുന്നുണ്ടല്ലോ. താരതമ്യേന എളുപ്പമാണ്. എല്ലാത്തിലും ഒരേ പ്രൊസീജിയർ ആയിരിക്കും. ക്രിയേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ ഓപ്ഷൻ കാണും. ക്രിയേറ്റ് കൊടുക്കുക. ലിറിക്സ് എന്ന് പറയുന്ന ഓപ്ഷന്റെ താഴെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ കവിതകൾ എഴുതുന്ന, സ്വന്തമായി കവിത എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കവിതകളും ഇതുപോലെ AI ടൂളിന് കൊടുത്ത് മ്യൂസിക് ആക്കി തരാൻ പറഞ്ഞ് അത് ചെയ്തു തരും. ഓക്കെ, ഇത്രയും ലിറിക്സ് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. Okay. 45 സെക്കൻഡ് ഉള്ള ഒരു ഓഡിയോ പ്ലേ ചെയ്യണേ. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം എങ്ങട്ടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാം വെള്ളില്ല മോനെ നാവുണ്ടു ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ കതിരില്ല മോനെ ചിറകുണ്ടു ചേട്ടാ. ചെറിയൊരു വാക്കിൽ മാത്രം പ്രശ്നം തോന്നിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിപ്പോ രണ്ടാമത്തെ തനി പ്ലേ ചെയ്യണേ. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം എങ്ങട്ടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവു കൊള്ളാൻ വെള്ളില്ല മോനെ നാവുണ്ടു ചേട്ടാ ബേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ വയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ. നമുക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് MP3 ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലും ഫോണിലും ആയിട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എനിവേ. ഓക്കെ ടീച്ചേഴ്സ്, നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? സാധാരണ ഈ സുനോയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. ചെറിയ 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 മിസ്റ്റേക്കുകൾ മാത്രമേ വന്നോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ചെയ്ത് നോക്കുകയാണോ?
മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ടീച്ചേഴ്സ് ചെയ്ത് നോക്കിയായിരുന്നു സാറേ. ആ ശരി ശരി. ഓക്കെ ഓക്കെ, നടക്കട്ടെ. നമുക്കിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രസന്റേഷൻസ് തയ്യാറാക്കാനായിട്ട് നോട്ട്ബുക്ക് എല്ലാം പഠിച്ച സമയത്ത് അതിനകത്ത് ഒരു ഡെക്ക് എന്ന് പറഞ്ഞ സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അത് പ്രസന്റേഷൻ തന്നെയായിരുന്നു. അതുപോലെ നമ്മളിത് മാനുവലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തതാണ്. അത് ഇതുമായിട്ടുള്ള വ്യത്യാസം, ഒന്ന് AI പൂർണ്ണമായിട്ട് AIയുടെ കൺട്രോളുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ കൺട്രോളുണ്ട്. നമ്മൾ ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ പ്രസന്റേഷൻ തയ്യാറായി കിട്ടണമെന്നോ. രണ്ടാമത് ഓഡിയോ. നമ്മൾ ഇതിനു മുന്നേ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കാൻ പഠിച്ചു 11 ലാബ്സ് ഉപയോഗിച്ച്. പക്ഷെ മ്യൂസിക് ആക്കാൻ പഠിച്ചില്ലായിരുന്നു. ഇന്ന് അതും കിട്ടി. അങ്ങനെ ഒരു സ്കില്ലും കൂടെ നമുക്ക് ലഭിച്ചു. നമുക്കിനി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കവിതകളും മറ്റു പല കാര്യങ്ങളും നമുക്ക് പാട്ട് രൂപത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ചെയ്തു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ചെയ്തു നോക്കി നല്ലൊരു ഔട്ട്പുട്ടൊക്കെ ആവട്ടെ. പറ്റുന്നതൊക്കെ ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും. ഓക്കെ ടീച്ചേഴ്സ്, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു ടീച്ചർ. ഓക്കെ, വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാവുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടീച്ചേഴ്സ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് സർ. Thanks, good night, teacher. Thank you.